ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെ ലിറിക്കൽ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യം, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാണ്ട് സാധിക്കും. ഒരുപക്ഷെ പല ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. അവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുറന്നു വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ വരിക. അപ്പോൾ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എനിവേ എന്തായാലും ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് ഇവിടെ നമുക്കൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റി ഒരു ട്യൂട്ടോറിയൽ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഞാനിത് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിലുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. മുകളിലായിട്ടൊരു സെർച്ച് ബാർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന സെർച്ച് ബാറുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രെൻഡ്, ശിവരാത്രി, ഹിന്ദു, തമിഴ്, തെലുങ്ക്, മലയാളം, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിഷസ്, ബർത്ത്ഡേ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും താഴെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള വീഡിയോസുകൾ, അതായത് മലയാളം ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളായിരിക്കും തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ മലയാളം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. മലയാളം ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളത്തിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ താഴെ നമുക്ക് കാണാൻ പറ്റും. ട്രെൻഡിങ്ങിലായിട്ടുള്ളത്, അതുപോലെ തന്നെ മലയാളത്തിൽ നമുക്കിപ്പോൾ നിലവിലുള്ള ഒരുപാട് വീഡിയോസുകൾ കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്റ്റീവായിട്ടുള്ള വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ മുകളിലായിട്ട് സെർച്ച് ബാറുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെർച്ച് ബാർ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഏതെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള സോങ്സ് ഉണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു സോങ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാറ്റസ്, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മലയാളം കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. നമുക്ക് മലയാളത്തിൽ തന്നെ ഒരു വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു വീഡിയോ തന്നെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഇൻ്റർഫേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതായത് ഈ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സോങ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കൊടുത്തുകൊണ്ട് നമുക്കിതിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ ലിറിക്കൽ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു സോങ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ് നൗ എന്ന് കാണാൻ പറ്റും. ഈ ഒരു യൂസ് നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലിറിക്കൽ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെയല്ല, ലിറിക്കൽ സ്റ്റാറ്റസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ യൂസ് നൗ കൊടുക്കുന്നു. യൂസ് നൗ കൊടുത്താൽ നമ്മുടെ ഗാലറിയാണ് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോൾഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ ചോദിക്കും. ഒന്നെങ്കിൽ റെൻഡർ ചെയ്യാം, ഇല്ലെങ്കിൽ വാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് റെൻഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോസ് നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി തന്നെ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്ക്, ലിറിക്കലി എന്ന് പറയുന്ന ഈ ഒരു വാട്ടർമാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റസിൻ്റെ മുകളിലോ താഴെയായിട്ട് എവിടെയെങ്കിലും ആ ഒരു ലിറിക്കലി എന്ന് പറയുന്ന വാട്ടർമാർക്ക് കാണാൻ പറ്റും. അതല്ല, വാച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15-30 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു ആഡ്, ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർമാർക്ക് ഒഴിവായിക്കൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ വാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡ് കാണാൻ സാധിക്കും. ആ ഒരു പരസ്യം കണ്ടതിന് ശേഷം ഇവിടെ പ്രോസസ്സ് റണ്ണിങ്, അതുപോലെ തന്നെ വീഡിയോ റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ഈ ഒരു പ്രോസസ്സ് റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ശേഷം ആ ഒരു വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോസിൻ്റെ മുകളിലായിട്ട് ആ ഒരു സോങ്ങിൻ്റെ ലിറിക്സോട് കൂടി തന്നെ സ്റ്റാറ്റസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ സോങ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആണ്. ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. നൈസായിട്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ലിറിക്കൽ വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെയല്ല, സ്റ്റാറ്റസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ വീഡിയോ എങ്ങനെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് വാട്സപ്പിന് സ്റ്റാറ്റസ് ആക്കാൻ നോക്കാം. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അതുപോലെ സോഷ്യൽ മീഡിയാസിനൊക്കെ ഐക്കൺസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എടുക്കുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഉൾപ്പെടെ ആയിരിക്കും അത് അപ്ലോഡ് ആവുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയുക. അതിനുശേഷം വാട്സപ്പിൽ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് മറ്റ് കോൺടാക്ട്സിലേക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വാട്സപ്പിൽ തന്നെയല്ല, നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന സോഷ്യൽ മീഡിയസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സോങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺടാക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനോ ഒക്കെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ലിറിക്കൽ സ്റ്റാറ്റസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകളും ഇതിനേക്കാൾ നല്ല ടെക്നോളജി കണ്ടന്റുകളും ടെക്നോളജി അപ്ഡേറ്റ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.